കഥയെ ആരംഭിക്കുന്നത് ഹോങ്കോങ് നഗരത്തിലാണ്. ചാൻ എന്ന പേരുള്ള ഒരു പോലീസ് ഓഫീസറെ നമ്മൾ പരിചയപ്പെടുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു കൊല്ലക്കാലമായി അയാൾ ലീവിലാണ്. ലീവെടുത്ത് കുടിയോടുകൂടി തന്നെ എന്തോ വലിയൊരു ദുഃഖം ചാനിന്റെ ഉള്ളിലുണ്ടായിരുന്നു. കുടിച്ചു പലപ്പോഴും തെരുവിൽ പോലും അയാൾ വീണുകിടക്കും. ഒരു കൊല്ലം മുമ്പാണ് അവിടെ വളരെ വലിയൊരു ഹോസ്റ്റേജ് പ്രശ്നമുണ്ടായി. ഒരാൾ കടന്നുവന്ന് രണ്ട് വ്യക്തികളെ ബന്ദികളാക്കി വെച്ചു. തോക്കിൻ മുനയിലാണ് നിർത്തിയിരിക്കുന്നത്. മധ്യസ്ഥത ശ്രമമൊക്കെ നടന്നു. മീഡിയേറ്റർ വന്നപ്പോൾ തനിക്ക് മീഡിയയോട് കുറെ സംസാരിക്കാനുണ്ട്, മീഡിയ വരണമെന്ന് അയാൾ പറഞ്ഞു. ക്രിമിനലിന്റെ ആവശ്യപ്രകാരം മീഡിയ അയാളെ ഷൂട്ട് ചെയ്യാൻ അങ്ങോട്ടേക്ക് എത്തി. തന്നെ ഈ അവസ്ഥയിലാക്കിയത് ഒരു സ്കാമറാണ് എന്ന മട്ടിലൊക്കെ അയാൾ രോഷത്തോടെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് നീക്കമുണ്ടായത്. ക്യാമറാമാനായി അയാളെ ഷൂട്ട് ചെയ്യാൻ അയാളുടെ മുമ്പിലെത്തിയത് സീനിയർ പോലീസ് ഓഫീസർ ചാൻ ആയിരുന്നു. ചാൻ വിദഗ്ധമായി അയാളെ പിടികൂടി. അയാളുടെ തോക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ വെച്ചു. അയാളുടെ കയ്യിൽ ഒരു ഗ്രനേഡ് ഉണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അത് ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടു. തന്റെ ജീവൻ പണയം വെച്ചായിരുന്നു ചാനെന്ന് ആ ബോംബ് അപകടമൊന്നും വരാത്ത രീതിയിൽ പൊട്ടിത്തെറിക്കാനുള്ള അവസരമൊരുക്കിയത്. ക്രിമിനൽ പിടിക്കപ്പെട്ടു. ബന്ദികൾ സുരക്ഷിതരായി രക്ഷപ്പെട്ടു. സീനിയേഴ്സിനടുക്കൽ നിന്നുവരെ ചാനിന് അപ്രിസിയേഷൻ കിട്ടിയ നിമിഷങ്ങളായിരുന്നു അത്. ചാനിന്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ജീവിതകാലത്തെ സുവർണ കാലഘട്ടം. പിന്നാലെ ചാൻ തന്റെ ടീമിനെ വിളിച്ചുകൂട്ടി. അന്നത്തെ ആ സംഭവത്തിനെ തുടർന്ന് തന്റെ ടീമിന്റെ കഴിവുകൾ അസസ് ചെയ്യാനുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു അത്. അങ്ങോട്ടേക്ക് സുൻ ഹോയി കടന്നു വന്നു. ഹോയി ചാനിന്റെ ഗേൾഫ്രണ്ട് ആണ്. ചാനിന്റെ ടീമിലെ ഒരാളുടെ സഹോദരിയും. തന്റെ ടീമിനോട് ചാൻ കാർക്കശ്യത്തോടെ സംസാരിക്കുകയാണല്ലോ. അങ്ങോട്ടേക്ക് കടന്നു വന്ന ഹോയിയാകട്ടെ ചാനിന്റെ പിന്നിൽ നിന്ന് ചാനിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. എല്ലാവരെയും അത് ചെറുതായി ചിരിപ്പിക്കുകയും മറ്റും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നാലെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ചാനും അവളും മാത്രം ഓഫീസിൽ തനിച്ചായി. പക്ഷേ ചാൻ വളരെയധികം റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് ഒന്നും അവളോട് കാണിക്കുന്നുണ്ടായിരുന്നില്ല. ചെറിയ തണുപ്പൻ മട്ടിലുള്ള ഒരു വ്യക്തിയാണ് ചാനെന്ന് ആ നിമിഷം വ്യക്തമാകുന്നുണ്ട്. പിന്നാലെയായിരുന്നു ഒരു സംഭവം അരങ്ങേറിയത്. ഒരു ദിവസം രാത്രി ഒരു ഗ്യാങ് ബാങ്ക് ഓഫ് ഏഷ്യയുടെ മുകളിലിരിക്കുകയാണ്. മാസ്ക് ഒക്കെ ധരിച്ച് വല്ലാത്ത ഭാവത്തിലാണ് അവരുടെ ഇരിപ്പ്. കൃത്യമായി അവസരം വന്നതും അവർ ബാങ്കിന്റെ ഉള്ളിലേക്ക് കടന്നു കയറി. അവിടുത്തെ ഒരു ഗാർഡിനെ ബന്ദിയാക്കി അയാളെ കൊണ്ട് വോൾട്ട് തുറപ്പിച്ചു. പണമൊക്കെ കൈവശപ്പെടുത്തി. പിന്നാലെ അയാളോട് തന്നെ പോലീസിനെ വിളിക്കാൻ പറഞ്ഞു. പോലീസ് സംഘം പാഞ്ഞെത്താൻ ആരംഭിച്ചിരുന്നു. കൃത്യം പൊസിഷനുകളിലേക്ക് എത്തിയ ആ ഗ്യാങ് പോലീസിനെതിരെ വെടിവെക്കാൻ തുടങ്ങി. അവർക്കതൊരു ഗെയിം പോലായിരുന്നു. പോലീസുകാരിൽ ഭൂരിഭാഗത്തെയും അവർ കൊലപ്പെടുത്തി. അപ്പോഴാണ് ചാനിന്റെ സംഘം ബാക്കപ്പ് കോൾ കിട്ടി അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. കൂടുതൽ പോലീസ് വരുന്നത് കണ്ടതും ഗ്യാങ് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം ആരംഭിച്ചു. പോലീസ് അവരുടെ പിന്നാലെ തന്നെയുണ്ട്. പോകുന്ന വഴിയിൽ അവരുടെ കൂട്ടത്തിലെ സ്യൂച്ചോ തന്റെ കയ്യിൽ നിന്ന് ബാഗ് താഴെയിട്ടു. അതവൾ തിരിച്ചെടുക്കാൻ പോയപ്പോൾ പോലീസ് തോക്കിൻ മുനയിലായി. സാം വോങ് എന്ന പോലീസുകാരനായിരുന്നു അവൾക്ക് നേരെ തോക്ക് ചൂണ്ടിയത്. പിന്നാലെ അവളുടെ മുഖം മൂടി സാം അഴിച്ചു മാറ്റി. അവളുടെ മുഖം അയാൾ വ്യക്തമായി കണ്ടു. ഈ സമയം ഗ്യാങ്ങിലെ ഒരാൾ മറ്റൊരു ഓഫീസറെ വെടിവെച്ചു വീഴ്ത്തി. ആ അവസരം മുതലെടുത്ത് അവളും സാമിനെ ഇടിച്ചു വീഴ്ത്തി അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. രക്ഷപ്പെട്ടുപോയ ഗ്യാങ് അവരുടെ ഹൈഡൌട്ടിലെത്തിയിരുന്നു. കമ്പ്യൂട്ടറിൽ അവർ അന്ന് എത്ര പേരെ കൊന്നു എന്നതിന്റെ കണക്കെടുക്കലും പോയിന്റ് കൊടുക്കലും ഒക്കെ അവർ ആരംഭിച്ചു. അവർ കൊന്ന പോലീസുകാർക്കനുസരിച്ചായിരുന്നു അവർ പണം വീതം വെക്കുക. അവരുടെ കൂട്ടത്തിലെ മാക്സ് ആയിരുന്നു ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അവരെ സംബന്ധിച്ച് ഇതെല്ലാം ഒരു ഫൺ ഗെയിം പോലായിരുന്നു. അതിൽ നിന്നും അവർ ആസ്വാദനം കണ്ടെത്തിയിരുന്നു. അധികം വൈകാതെ അവർ ചാൻ കൊടുത്ത വാർത്താ സമ്മേളനം കണ്ടു. അത്തരത്തിൽ ബാങ്ക് കൊള്ളയടിച്ച കുറ്റവാളികളെ എത്രയും വേഗം പിടികൂടും എന്ന് ചാൻ മീഡിയയോട് സംസാരിച്ചു. അവരുടെ ഗ്രൂപ്പിന്റെ തലവൻ ജോയെ അത് വല്ലാതെ രോഷം കൊള്ളിച്ചിരുന്നു. ഇതേസമയം മറുവശത്ത് ക്രിമിനൽസിനെ പിടിക്കാൻ പോയി പരിക്കേറ്റ സാമിനെ ചാൻ ആശുപത്രിയിൽ ചെന്ന് കണ്ടു. തനിക്കൊന്നും അറിയില്ല എന്നായിരുന്നു സാം ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. കുറ്റവാളികളെ താൻ എന്തായാലും പിടികൂടും എന്ന് ചാൻ സാമിനോട് പറഞ്ഞു. അധികം വൈകാതെ കിട്ടിയ വിവരമനുസരിച്ച് കുറ്റവാളികളായ ആ ഗ്യാങ്ങിന്റെ ഹൈഡൌട്ടിലേക്ക് ചാൻ തന്റെ ആളുകളുമായിട്ടെത്തി. പക്ഷെ അതൊരു ട്രാപ്പായിരിക്കും എന്നവർ അറിഞ്ഞിരുന്നില്ല. ആ ബിൽഡിങ്ങിനകം മുഴുവൻ ഗ്യാങ്ങിന്റെ കൺട്രോളിലായിരുന്നു. ഒരു ഗെയിം പോലെ പല കുരുക്കുകളും അവർ അതിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരായി ചാനിന്റെ സംഘാംഗങ്ങൾ ആ കുരുക്കുകളിൽ പെട്ടു. ഏറ്റവും ഒടുവിൽ ചാനും അവരുടെ ഒരു ട്രാപ്പിൽ പെടുകയാണ്. ചാനിന് മുമ്പിലേക്ക് ജോയടക്കം കുറച്ചുപേർ ഇറങ്ങി വന്നു. ചാനിന്റെ സംഘാംഗങ്ങളെ ഉയരത്തിൽ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അവരെ രക്ഷപ്പെടുത്താൻ ചാൻ അവരോട് അപേക്ഷിച്ചു. കീഴടങ്ങാൻ പറഞ്ഞു. പക്ഷെ അത് ജോയെ കൂടുതൽ രോഷം കൊള്ളിച്ചേയുള്ളൂ. ജോ ചാനിനെ ഒരു ഗെയിമിന് വെല്ലുവിളിച്ചു. ഡിസസംബിൾ ചെയ്ത് രണ്ട് തോക്കുകൾ ഒരു ടേബിളിന്റെ പുറത്തുണ്ട്. അത് ആദ്യമെടുത്ത് ആരാണോ അസംബിൾ ചെയ്യുന്നത് അവർ വിജയിക്കും. തന്റെ കൂട്ടുകാരെ രക്ഷപ്പെടുത്താൻ ചാൻ ഗെയിമിന് തയ്യാറായി. പക്ഷേ വിജയിച്ചത് ജോ ആയിരുന്നു.
അതോടെ കുറച്ചുപേരെ ഉയരത്തിൽ നിന്ന് താഴേക്കിട്ട് അവർ കൊലപ്പെടുത്തി. വീണ്ടും അതുപോലെ ചാനിനെ കളിപ്പാവയെപ്പോലെ നിർത്തിക്കൊണ്ട് ഓരോരുത്തരെയായി അവർ താഴേക്ക് വീഴ്ത്തിക്കൊണ്ടിരുന്നു. ഏറ്റവും ഒടുവിൽ കെട്ടിത്തൂക്കിയിട്ടിരുന്ന വ്യക്തിയെ താഴെ വീഴ്ത്താനായി ഗ്യാങ് ശ്രമിച്ചപ്പോ തന്റെ ജീവൻ പണയം വെച്ചും അയാളെ രക്ഷപ്പെടുത്താൻ ചാൻ ശ്രമിച്ചു. അപ്പോഴേക്കും ജോ അവിടെ ഒരു ബോംബ് സെറ്റ് ചെയ്ത് പുറത്തേക്ക് കടന്നിരുന്നു. അവസാനത്തെ വ്യക്തിയെയും രക്ഷപ്പെടുത്താൻ ചാനിന് സാധിച്ചില്ല. എന്നിരുന്നാലും ബോംബ് പൊട്ടുന്നതിനു മുമ്പ് അവരുടെ മൃതദേഹമൊക്കെ എടുത്ത് ബിൽഡിംഗിൽ നിന്ന് പുറത്തു കടക്കാൻ ചാനിന് കഴിഞ്ഞു. ബാക്കപ്പ് പോലീസും മറ്റും എത്തിയപ്പോഴേക്കും ഒക്കെ കഴിഞ്ഞിരുന്നു. ഗ്യാങ് മെമ്പേഴ്സ് രക്ഷപ്പെട്ടുപോയി. ചാൻ മാത്രമായിരുന്നു ചാനിന്റെ ടീമിൽ ജീവനോടെ ബാക്കിയായത്. കുറ്റബോധവും ദുഃഖവും ചാനിന്റെ ഉള്ളിൽ നിറഞ്ഞു കവിഞ്ഞു. പിന്നീട് അങ്ങോട്ടേക്ക് ജോലിയിൽ ശ്രദ്ധിക്കാൻ ചെന്നിന് സാധിച്ചതേയില്ല. പൂർണ്ണമായും മദ്യത്തിനും മറ്റും ചാൻ അടിമയായി മാറി. തന്റെ ടീമിന്റെ മരണത്തിന് താനാണ് ഉത്തരവാദി എന്ന മട്ടിലായിരുന്നു ചാൻ കരുതിയത്. തനിക്കവരെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല എന്ന ട്രോമ ചാനിനെ ഒരുപാട് ദുഃഖിപ്പിച്ചുകൊണ്ടേയിരുന്നു. ചാൻ തന്റെ കാമുകിയോട് പോലും ഒരുപാട് കൂട്ടില്ലാതായി, സംസാരിക്കാതായി. അങ്ങനെ ഒരു കൊല്ലം പിന്നിട്ട് ആ ഒരു രാത്രിയിലാണ് മദ്യപിച്ച് ചാൻ വഴിയിൽ വീണ് കിടന്നത്. അന്നായിരുന്നു ഫ്രാങ്ക് എന്ന യുവാവ് ചാന്റെ അടുത്തേക്ക് എത്തുന്നത്. ചാനിനെ മോട്ടിവേറ്റ് ചെയ്യാൻ ഫ്രാങ്ക് ശ്രമിച്ചു. ഉള്ളിലെ വേദനയൊക്കെ ആരത് വരുത്തി തീർത്തോ അവർക്കെതിരെയുള്ള റിവെഞ്ചിന് വേണ്ടിയല്ലേ ഉപയോഗിക്കേണ്ടത്, അല്ലാതെ ഇങ്ങനെ കുടിച്ചാണോ നടക്കേണ്ടത്? കഴിഞ്ഞ കാലമൊക്കെ മറന്ന് അവരെ പിടികൂടാൻ വേണ്ടി ശ്രമിക്കൂ എന്നൊക്കെ പറഞ്ഞ ഫ്രാങ്ക് ചാനിനെ മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കി. അടുത്ത ദിവസം ഫ്രാങ്ക് തന്റെ ഇടം ക്ലീൻ ചെയ്യുന്ന ശബ്ദം കേട്ടിട്ടായിരുന്നു ചാൻ ഉറക്കത്തിൽ നിന്നുണർന്നത്. ആരാണ് ഫ്രാങ്ക് എന്ന് ചോദിച്ചപ്പോ താൻ ചാന്റെ പുതിയ പാർട്ട്ണറാണെന്നും ചീഫ് ഡ്യൂട്ടിക്ക് ചാനോട് തിരികെ ജോയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും ഫ്രാങ്ക് പറഞ്ഞു. പിന്നാലെ സംസാരിക്കുമ്പോ പഴയ ആ റോബറി കേസ് റീഓപ്പൺ ചെയ്യാൻ ഫ്രാങ്ക് ചാനോട് ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. അതിങ്ങനെ കേൾക്കുമ്പോ ചാനിന് രോഷം മാളി വരുന്നുണ്ടായിരുന്നു. ഒടുവിൽ ഫ്രാങ്കിനെ ചാൻ അവിടെ നിന്ന് ഇറക്കി വിട്ടു. അന്ന് വൈകുന്നേരം പതിവ് പോലെ കുടിക്കുവാൻ ചാൻ ബാറിലെത്തി. ആ സമയമാണ് ഫ്രാങ്കിന്റെ കോൾ ചാനിന് വരുന്നത്. ഹോയിയുടെ അപ്പാർട്ട്മെന്റിൽ താനുണ്ടെന്നും അങ്ങോട്ടേക്ക് വരാനും പറഞ്ഞിട്ടായിരുന്നു ഫ്രാങ്ക് വിളിച്ചത്. ചാനിനെ അങ്ങോട്ടേക്ക് എത്തിക്കാൻ കുറച്ച് കുറുക്കുബുദ്ധിയും ഫ്രാങ്ക് ചെയ്തിരുന്നു. സംഭവം എന്തെന്നാൽ അന്ന് ഹോയിയുടെ ബർത്ത്ഡേ ആണ്. ചാൻ അതൊക്കെ മറന്നുപോയിരുന്നു. ഫ്രാങ്ക് അത് മനസ്സിലാക്കി ചാൻ പറഞ്ഞിട്ടാണ് വാങ്ങിയതെന്ന് പറഞ്ഞ് ഒരു കേക്കൊക്കെ ആയിട്ടായിരുന്നു അവിടെ എത്തിയത്. അവിടെ എത്തിയതും ചാൻ അതൊന്നും എതിർക്കാൻ പറ്റിയില്ല. ഹോയിയും ചാനും അങ്ങനെ നാളുകൾക്ക് ശേഷം വീണ്ടും നേരിട്ട് കണ്ടു. ഹോയിയോട് സംസാരിക്കാൻ ചാനിന് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം തന്റെ ടീമിൽ അംഗമായ അവളുടെ സഹോദരനും അന്നത്തെ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നല്ലോ. അതിന്റെ കുറ്റബോധം അവന്റെ ഉള്ളിൽ നിറഞ്ഞിരുന്നു. എന്തായാലും അന്ന് അവിടെ നിന്നിറങ്ങി ചാൻ വീണ്ടും ബാറിലേക്ക് പോയി. ഫ്രാങ്കും അയാളുടെ പിന്നാലെ ചെന്നു. ബാറിലിരുന്ന് സംസാരിക്കുമ്പോ ബാങ്ക് മോഷണവുമായി ബന്ധപ്പെട്ട കേസ് ഓപ്പൺ ചെയ്യാനും അതിലേക്ക് നയിക്കുന്ന ചെറിയ ചില തെളിവുകൾ എന്തോ കിട്ടിയിട്ടുണ്ട് എന്നും അയാൾ അറിയിച്ചു. അവരിരുവരും അവിടെ നിന്ന് പുറത്തിറങ്ങിപ്പോരുമ്പോ രണ്ട് മോഷ്ടാക്കൾ വന്ന് ഒരു സാധാരണക്കാരനിൽ നിന്നും പണം മോഷ്ടിച്ചു പോകുന്നുണ്ടായിരുന്നു. ഫ്രാങ്ക് ഉടൻ ഇടപെട്ടു. ചാനും അതിൽ ഇടപെടാതിരിക്കാൻ സാധിച്ചില്ല. അന്ന് ആ കള്ളന്മാരെ അവർ പിടികൂടി. അവരുമായി അവർ സ്റ്റേഷനിലെത്തി. ചാൻ അങ്ങനെ നാളുകൾക്ക് ശേഷം സ്റ്റേഷനിലേക്ക് വന്നു ചേരുകയായിരുന്നു. അവിടുത്തെ കസേരയിൽ കിടന്ന് അയാൾ ഉറങ്ങാൻ ആരംഭിച്ചു. പിറ്റേന്ന് പുലർച്ചെ ചീഫും പോലീസുകാരും വന്നപ്പോ കണ്ടത് ആ കാഴ്ചയായിരുന്നു. ഫ്രാങ്കും അവിടെ ഉണ്ടായിരുന്നു. ചീഫ് വന്ന് ചാന്റെ മുഖത്ത് വെള്ളമൊഴിച്ച് ചാനെ എഴുന്നേൽപ്പിച്ചു. ചാന്റെ ഓവർ കോൺഫിഡൻസ് കാരണമാണ് ചാനിന്റെ ടീമംഗങ്ങൾ മരിച്ചത് എന്നൊരു ധാരണ, എന്നൊരു വിശ്വാസം ചീഫിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തിനിങ്ങനെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചാനിനെ കളിയാക്കിക്കൊണ്ടും പരിഹസിച്ചുകൊണ്ടുമായിരുന്നു ചീഫ് സംസാരിച്ചത്. പക്ഷേ ഫ്രാങ്ക് ചാനിന് വേണ്ടി സംസാരിച്ചു. ആ മോഷണ ശ്രമം നടത്തിയവരെ, ചാന്റെ ടീമംഗങ്ങളെ കൊലപ്പെടുത്തിയവരെ ചാൻ തന്നെ പിടികൂടും എന്ന് ഫ്രാങ്ക് പറഞ്ഞു. ഈ സമയം ചീഫിന് ചെറിയ രോഷം വന്നു. ചീഫ് ചിയു പറഞ്ഞു, ഞങ്ങൾ ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. ഞങ്ങളത് അന്വേഷിച്ച് കണ്ടെത്തുന്നതിന് മുമ്പ് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാം. ഒരു വെല്ലുവിളിയുടെ രൂപത്തിലായിരുന്നു ചിയു അത് പറഞ്ഞത്. ചാനിന് മുമ്പിൽ മറ്റൊന്നും നഷ്ടപ്പെടാനുണ്ടായിരുന്നില്ല. ആ വെല്ലുവിളി ചാൻ ഏറ്റെടുത്തു. പിന്നാലെ ഫ്രാങ്കുമായി സംസാരിച്ചപ്പോ ചാൻ ഒരു കാര്യം മനസ്സിലാക്കി. ചാനിന്റെ ടീമിലുണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ സഹോദരനാണത്രേ ഫ്രാങ്ക്. തന്റെ സഹോദരനു വേണ്ടി പ്രതികാരം ചെയ്യാനാണ് ചാനിനൊപ്പം അവൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. ചാനിനോട് ആ കേസ് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടത്. കഥ അവിടെ നിന്നും ജോയിലേക്ക് പോവുകയാണ്. ക്രിമിനൽ ഗ്യാങ്ങിന്റെ തലവനായ ജോ അന്ന് തന്റെ പാരന്റ്സ് വഴക്കിടുന്നത് കേൾക്കുകയായിരുന്നു. ജോയുടെ അച്ഛൻ നഗരത്തിലെ പ്രധാനപ്പെട്ട പോലീസ് ഓഫീസറാണ്. കൃത്യമായി പറഞ്ഞാൽ ഡെപ്യൂട്ടി കമ്മീഷണർ. ചെറുപ്പം തൊട്ടേ അവനൊരു പരാജയമാണെന്ന് പറഞ്ഞ് അവന്റെ അച്ഛൻ ജോയെ ഒരുപാട് ഉപദ്രവിക്കുകയും മറ്റും ചെയ്യുമായിരുന്നു. അതാണ് വളർന്നപ്പോൾ ജോയ്ക്ക് പോലീസിനോട് വളരെയധികം ദേഷ്യം തോന്നാൻ കാരണമായത്. പോലീസ് മറ്റുള്ളവരെയൊക്കെ സഹായിക്കുന്നു, പക്ഷെ തന്റെ ജീവിതത്തിലോ പോലീസാണ് തനിക്ക് ഏറ്റവും വലിയ ദുരിതം നൽകുന്നത് എന്നായിരുന്നു ജോയുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ പോലീസുകാരോട് വല്ലാത്തൊരു വെറി ജോയ്ക്കുണ്ടായിരുന്നു. ചാൻ അങ്ങനെ ഫ്രാങ്കിനൊപ്പം ചേർന്ന് അന്വേഷണം ആരംഭിച്ചു. കോൺസ്റ്റബിൾ സാസയും ചാന്റെ സഹായത്തിനെത്തി. ആ അന്വേഷണത്തിൽ
ഒരു ഗെയിം അവരുടെ ശ്രദ്ധയിൽപ്പെടുകയാണ്. അവർ നടത്തിയ മോഷണങ്ങളും കൊലപാതകവും ഒക്കെ ബേസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഗെയിമായിരുന്നു അത്. പിന്നാലെ ഫ്രാങ്കും ചാനും ചേർന്ന് സാമിനെ ചെന്ന് കണ്ടു. സാമെന്ന് അവരുടെ കൂട്ടത്തിലെ ഒരു ഗ്യാങ് മെമ്പറെ കണ്ടിട്ടുണ്ട് എന്നൊരു അഭ്യൂഹം പരന്നിരുന്നു. അതിനെപ്പറ്റി അറിയാൻ വേണ്ടിയായിരുന്നു അവർ സാമിനെ ചെന്ന് കണ്ടത്. പക്ഷേ ഇത്തവണ സാം തനിക്കറിയാവുന്ന കുറച്ചു കാര്യങ്ങൾ അവരോട് പറഞ്ഞു. അന്ന് സാം സ്യൂവെ പിടികൂടിയിരുന്നല്ലോ. സ്യൂയുടെ കയ്യിലെ വാച്ച് സാമിന്റെ കയ്യിൽ കിട്ടിയിരുന്നു. മാത്രമല്ല സ്യൂവിന്റെ മുഖവും സാം നന്നായി കണ്ടിരുന്നു എന്ന കാര്യം അവൻ ചാനിനോട് തുറന്നു പറഞ്ഞു. ആ വാച്ചിൽ എക്സ് ഗെയിമേഴ്സിന്റെ ലോഗോ ഉണ്ടായിരുന്നു. അതോടെ അവരുടെ ആ ഗെയിമിംഗ് ബന്ധത്തിന്റെ കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പ് ചാനിന് കിട്ടുകയാണ്. ആ ഗെയിമിന് പിന്നാലെ പോയപ്പോൾ വൈകാതെ ഒരു കണ്ടെത്തൽ കൂടി നടന്നു. എക്സ് പാർട്ടി എന്ന പേരിൽ ഗെയിം കളിക്കുന്നവർ ആ ഗ്യാങ് അടക്കം ഒരു പാർട്ടി സംഘടിപ്പിക്കുന്നുണ്ട്. ഷിങ്മോ സെൻട്രൽ വെച്ചിട്ടാണ് പാർട്ടി നടക്കുക. അതൊരു സ്കേറ്റ് ബോർഡ് പാർട്ടിയായിരുന്നു. വലിയൊരു ബിൽഡിംഗിന്റെ റൂഫ് ടോപ്പിൽ വെച്ചിട്ടായിരുന്നു അത് നടക്കുന്നത്. അങ്ങനെ പാർട്ടി നടക്കുന്ന ദിവസം ചാനും ഫ്രാങ്കും അങ്ങോട്ടേക്ക് ചെന്നു. അവിടെ എത്തിയപ്പോൾ ഫയർ എന്ന ഗ്യാങ് മെമ്പറിനെ അവർ കണ്ടെത്തുകയാണ്. സ്യൂവിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ വാച്ച് പോലൊരു വാച്ച് ഫയർ കയ്യിൽ ധരിച്ചിരുന്നു. ഇതേ സമയം സാമിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചീഫ് ചിയുവും ടീമും കൂടി അങ്ങോട്ടേക്ക് വന്നു ചേർന്നിരുന്നു. അവരങ്ങനെ അവിടെ സ്യൂക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങി. ഇതിനിടയിൽ സാം സ്യൂവിനെ നേരിട്ട് നോക്കിക്കാണുകയും ചെയ്തു. സ്യൂവിനടുത്തേക്ക് സാം ചെല്ലാനൊരുങ്ങിയതായിരുന്നു. പക്ഷേ ഫയർ അതിനിടയിൽ കടന്നു കയറി സാമിനെ വെടിവെച്ചിട്ടു. പിന്നാലെ അവർ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. സാമാണെങ്കിൽ വെടിയേറ്റ് താഴെ വീണിരുന്നു. ചാൻ അവനെ രക്ഷപ്പെടുത്താനെത്തി. ആ സമയം സാം ചാനിനോട് തുറന്നു പറഞ്ഞു. അന്ന് ചാനും സംഘവും അവരുടെ ഇടം റെയ്ഡ് ചെയ്യാൻ പോയപ്പോൾ അവർക്ക് വിവരം കൈമാറിയത് താനാണെന്ന്. അവർ തന്നെ പല കാര്യങ്ങളും വെച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു. അവരുടെ ഭീഷണിയിൽ താൻ പെട്ടുപോയതാണെന്ന്. അതുകൊണ്ടാണ് താൻ ആദ്യഘട്ടത്തിൽ ചാനിന് മറ്റു വിവരങ്ങളൊന്നും നൽകാതിരുന്നതെന്ന്. അധികം വൈകിയില്ല. ചാനും ഫ്രാങ്കും ചേർന്ന് രക്ഷപ്പെട്ടു പോകുന്ന സ്യൂവിനെയും ഫയറിനെയും ചേസ് ചെയ്യാൻ ആരംഭിച്ചു. വളരെ വലിയൊരു ആക്ഷൻ സ്റ്റണ്ട് സീനായിരുന്നു അവിടെ നടന്നത്. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ സ്യൂവിന് പരിക്കേറ്റു. പക്ഷേ അതുവഴി എത്തിയ ജോ സ്യൂവിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. പക്ഷേ ഫയറിന് പിന്നാലെ ഫ്രാങ്കും ചാനും ഉണ്ടായിരുന്നു. ഫയർ ഒടുവിൽ സൈക്കിളിൽ നിന്ന് വീഴുക പോലും ചെയ്തു. രക്ഷപ്പെടാൻ മറ്റു വഴിയില്ലെന്ന് കണ്ടതും അതുവഴി വന്ന ഒരു ബസിന്റെ ഡ്രൈവറെ ഫയർ വെടിവെച്ച് കൊലപ്പെടുത്തി. ബസ് വളരെ വലിയ അപകടത്തിൽപ്പെടും എന്നൊരു ഘട്ടമുടലെടുത്തു. ബസ്സിൽ നിറയെ പാസഞ്ചേഴ്സ് ഉള്ളതാണ്. അതോടെ ചാനിന് ആ ബസ് കൺട്രോൾ ചെയ്ത് പാസഞ്ചേഴ്സിനെ രക്ഷപ്പെടുത്തണം എന്നതിലേക്ക് തന്റെ ശ്രദ്ധ മാറ്റേണ്ടി വന്നു. മുമ്പിലുള്ളതൊക്കെ ഇടിച്ചു തെറിപ്പിച്ച് നിയന്ത്രണം വിട്ട ബസ് കടൽ ലക്ഷ്യമാക്കി മുമ്പോട്ട് പോവുകയാണ്. ഫ്രാങ്കൊടുവിൽ മറ്റൊരു ട്രക്ക് ഓടിച്ചു കൊണ്ടുവന്ന് ബസിന്റെ മുമ്പിലിട്ട് ഒരു തരത്തിൽ ബസിനെ വേഗത കുറപ്പിച്ചിടിച്ചു നിർത്തി. ഫ്രാങ്കും ട്രക്കും വെള്ളത്തിലേക്ക് വീണെങ്കിലും അതിൽ നിന്ന് സുരക്ഷിതമായി ഫ്രാങ്ക് പുറത്തെത്തി. ചാനും സുരക്ഷിതരായിരുന്നു. പാസഞ്ചേഴ്സിനെ രക്ഷപ്പെടുത്താനും ചാന് കഴിഞ്ഞു. വൈകാതെ ചാനും ഫ്രാങ്കും ആശുപത്രിയിലായി. ചീഫ് അങ്ങോട്ടേക്ക് വന്നിരുന്നു. നടന്ന പ്രശ്നങ്ങളുടെയൊക്കെ ഉത്തരവാദിത്തം ചാന്റെയും ഫ്രാങ്കിന്റെയും തലയിൽ കിട്ടി. അവരാണ് ഇതിനൊക്കെ മറുപടി പറയേണ്ടത് എന്ന് പറഞ്ഞ ചീഫ് അവരോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. നീ ലീവിലായിരുന്നില്ലേ, എന്തിനാണ് പിന്നെ വർക്കിലേക്ക് തിരികെ വന്നത് എന്ന മട്ടിൽ ചീഫ് ചോദിച്ചത് ചാനിനെ ഒന്ന് അങ്കലാപ്പിലാക്കിയിരുന്നു. കാര്യം ഫ്രാങ്ക് വന്ന് ചീഫ് ജോലിക്ക് തിരികെ വരണം എന്ന് ചാനിനോട് പറഞ്ഞപ്പോഴാണല്ലോ ചാൻ തിരികെ ജോലിയിൽ പ്രവേശിച്ചത്. അത്തരത്തിൽ ചീഫ് പറഞ്ഞിട്ടേ ഇല്ലെന്ന് ഇപ്പോൾ അറിയുന്നു. ചാൻ പിന്നാലെ ഫ്രാങ്കിനെ ചോദ്യം ചെയ്യുകയാണ്. ആ സമയമാണ് ഒരു കാര്യം ചാൻ മനസ്സിലാക്കുന്നത്. ഫ്രാങ്ക് യാഥാർത്ഥ്യത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയല്ല. പോലീസ് ആവാൻ വേണ്ടി ഫ്രാങ്ക് ഒരുപാട് ശ്രമിച്ചിരുന്നു. ടെസ്റ്റ് വരെ എഴുതിയിരുന്നു. പക്ഷെ അവൻ അതിലൊക്കെ ഫെയിലായി. അങ്ങനെ പോലീസിലേക്ക് കടന്നു കയറാനും തന്റെ സഹോദരന്റെ കൊലപാതകത്തിന് പ്രതികാരം തീർക്കാനും ഫ്രാങ്ക് കണ്ടെത്തിയ വഴിയായിരുന്നു ചാൻ വഴി അകത്തേക്കെത്തുക എന്നത്. ചാൻ അത് കേട്ട് ആദ്യം ഫ്രാങ്കിനോട് ദേഷ്യപ്പെട്ടെങ്കിലും ഫ്രാങ്കിന്റെ ആത്മാർത്ഥതയും സത്യസന്ധതയും മനസ്സിലാക്കി അവനെ കൂടെ നിർത്താൻ തന്നെ ചാൻ തീരുമാനിച്ചു. ഇതേസമയം മറുവശത്ത് ജോ വന്ന് സ്യൂവെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയെങ്കിലും സ്യൂവിന് വലിയ ഇഞ്ചുറിയായിരുന്നു സംഭവിച്ചത്. വേദന സഹിക്കാൻ പറ്റാതെ കിടന്ന സ്യൂവിനെ ഒടുവിൽ ജോ തന്നെ വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ്. ഏറെ വേദനയോടെയായിരുന്നു ജോ അന്നത് പ്രവർത്തിച്ചത്. എന്തായാലും കുറേയധികം വിവരങ്ങൾ ഫ്രാങ്കിനും ചാനിനും കിട്ടിക്കഴിഞ്ഞിരുന്നു. സാസയുടെ സഹായത്തോടെ അവർ കണ്ടെത്തിയ ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് അവർ പരിശോധിച്ചു. പരിശോധനയിൽ അവരിൽ പലരും റിച്ച് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് എന്ന കാര്യമൊക്കെ മനസ്സിലാക്കി. കൂട്ടത്തിലെ പ്രധാനിയായ ജോയുടെ അച്ഛൻ ഡെപ്യൂട്ടി കമ്മീഷണറാണ് എന്നും അവർ തിരിച്ചറിയുകയാണ്. ഇതേസമയം മറുവശത്ത് ഗ്യാങ് ചാനിന്റെയും ഫ്രാങ്കിന്റെയും ബാക്ക്ഗ്രൗണ്ടും ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ജോയെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാൻ ഫ്രാങ്കും ചാനും തീരുമാനിച്ചു. ഒരു ദിവസം അവർ അവനെ ഫോളോ ചെയ്തു. പക്ഷെ അവൻ നേരെ പോയത് ഹോയിയുടെ അപ്പാർട്ട്മെന്റിലേക്കായിരുന്നു. അതായത് ചാന്റെ ഗേൾഫ്രണ്ടിന്റെ അപ്പാർട്ട്മെന്റിലേക്ക്. പിന്നാലെ ചാൻ അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് കയറി
കയറിച്ചെന്നു. ആ സമയത്ത് അവനൊരു കോൾ ലഭിച്ചു. ജോയുടെ കോളായിരുന്നു അത്. ഇവിടൊന്നുമല്ല കളി തുടങ്ങുന്നത്, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലാണ് നമ്മുടെ കളി ആരംഭിക്കുന്നത് എന്ന് ജോ ചാനിനോട് പറഞ്ഞു. സംഭവം എന്തെന്നാൽ ഹോയിയോട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ചെല്ലാൻ ജോ പറഞ്ഞിരുന്നു. ഹോയി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് എത്തിയ ജോ അവളുടെ കയ്യിൽ ഒരു ഗിഫ്റ്റ് ബോക്സ് കൊടുത്തു. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ബോംബായിരുന്നു ആ ഗിഫ്റ്റ് ബോക്സിനകത്തുണ്ടായിരുന്നത്. ഹോയിക്ക് അത് അനക്കാതെ പിടിക്കണം, ഇല്ലെങ്കിൽ അത് ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാം. വിവരമറിഞ്ഞ ചാൻ സ്റ്റേഷനിലേക്ക് എത്തുമ്പോഴേക്കും അതൊക്കെ നടന്നു കഴിഞ്ഞിരുന്നു. ബോംബ് ഡിസ്മാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ബോംബ് സ്ക്വാഡിനെ ഉടനടി വിളിച്ചു. അപകടം നടക്കാതിരിക്കാൻ വളരെ സേഫായി ഹോയിയെയും ബോംബടങ്ങുന്ന ബോക്സിനെയും സുരക്ഷിതമായ ഒരിടത്തേക്ക് ചാൻ മാറ്റി. ചാനും ഹോയിയുടെ കൂടെ കൂടിയിരുന്നു. അവിടെ തുടരുമ്പോൾ മനസ്സ് തുറന്നിരുവരും സംസാരിച്ചു. അവർക്കിടയിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനും പ്രണയം പങ്കുവെക്കാനും ആ ഒരു അപകട നിമിഷത്തിൽ ജീവിതാവസാനം മുമ്പിൽ കണ്ട ആ ഒരു അവസരത്തിൽ അവർക്ക് സാധിച്ചിരുന്നു. ബോംബ് സ്ക്വാഡ് എത്തി ചാനിനും അവൾക്കും നിർദ്ദേശങ്ങൾ കൊടുത്തു. ഇതിനിടയിൽ ചാനിന് പെട്ടെന്ന് ബോംബ് സ്ക്വാഡിനടുത്ത് നിന്ന് പുറത്തെത്തി ഒരു വസ്തു എടുക്കേണ്ടെന്ന് വന്നു. ചാൻ അതെടുക്കാൻ പുറത്തേക്ക് വന്നതും തന്റെ വിധി സ്വീകരിക്കാൻ ഹോയി തയ്യാറായി കഴിഞ്ഞിരുന്നു. ബോംബ് സ്ക്വാഡ് പറഞ്ഞ പ്രകാരമുള്ള വയറുകൾ രണ്ടും കൽപ്പിച്ച് അവളങ്ങ് കട്ട് ചെയ്തു. വലിയ സ്ഫോടനം നടക്കും എന്നായിരുന്നു അവർ ചിന്തിച്ചത്. പക്ഷേ എന്തുകൊണ്ടോ ബോംബ് വർക്കായില്ല. ഒടുവിൽ ചാനെത്തി ഹോയിയെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് പോരുകയാണ്. നിർഭാഗ്യവശാൽ ഹോയിയുടെ വസ്ത്രം ബോംബിൽ കുടുങ്ങിയിരുന്നു. അതിലെ വയർ ടച്ചായതും ബോംബ് ആക്ടിവേറ്റ് ആയി. ഹോയിയുമായി ചാനിനോട് പുറത്തു കിടക്കേണ്ടി വന്നു. പിന്നിൽ വലിയ സ്ഫോടനം നടന്നു. ഹോയിക്ക് സാരമായ പരിക്കേറ്റിരുന്നു. ഹോയിയെ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റി. അവൾ കോമയിലേക്ക് പോയിരുന്നു. വൈകാതെ നടന്ന സംഭവങ്ങളെപ്പറ്റി അന്വേഷണമുണ്ടായി. ഫ്രാങ്ക് പോലീസ് ഉദ്യോഗസ്ഥനല്ല എന്ന കാര്യമൊക്കെ പുറത്തു വരികയാണ്. ആൾമാറാട്ടത്തിനും മറ്റുമായി ഫ്രാങ്കിനെ ജയിലിലാക്കി. ഫ്രാങ്കിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നതിന് ചാനിനെതിരെയും ശിക്ഷാ നടപടികൾ വന്നു. ചാനിനെയും ജയിലിലടച്ചു. അന്വേഷണം മുമ്പോട്ട് പോവുകയായിരുന്നു. ഇതിനിടയിൽ ജയിലിൽ കിടക്കുന്ന അവരിരുവരെയും കാണാൻ ഗ്യാങ് മെമ്പേഴ്സ് എത്തി. അവരെക്കാൾ തങ്ങൾ സുപ്പീരിയർ ആണെന്നും തങ്ങളെ തൊടാൻ പറ്റില്ല എന്ന മട്ടിലുമൊക്കെ അവരെ വെല്ലുവിളിച്ച് ഗ്യാങ് കൂസലുമില്ലാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. പോകുന്നതിന് മുമ്പ് ഒരു വെല്ലുവിളി എന്നപോലെ തങ്ങളുടെ അടുത്ത റോബറി എവിടായിരിക്കും എന്നുപോലും ജോ ചാനിനോട് പറഞ്ഞു. അവരുടെ പ്ലാൻ മനസ്സിലായതും ചാൻ സാസയുമായി സംസാരിച്ചു. തങ്ങളെ ഇവിടെ നിന്ന് പുറത്തു കടക്കാൻ സഹായിക്കാൻ ആവശ്യപ്പെട്ടു. സാസയുടെ സഹായത്തോടെ ജയിലിൽ നിന്നും അവർ പുറത്തു കടന്നു. ഹാൾവേയിലൂടെ പതുങ്ങി അവർ മുമ്പോട്ടേക്ക് എത്തി. സ്റ്റേഷനിലെ പോലീസ് ഓഫീസേഴ്സ് അവരെ കണ്ടിരുന്നു. പക്ഷേ അവരെ കണ്ടില്ലെന്ന മട്ടിൽ അവർ നടിക്കുകയാണ്. മുമ്പോട്ടേക്ക് പോയവർ ചെന്നുപെട്ടത് അവിടുത്തെ ചീഫായ ചിയുവിന്റെ മുമ്പിലായിരുന്നു. ചിയു പക്ഷെ അവരെ തടഞ്ഞില്ല. കാര്യങ്ങൾ ചിയുവിനും മനസ്സിലായി കഴിഞ്ഞിരുന്നു. അവർക്ക് ഉപയോഗിക്കാൻ പാകത്തിന് തന്റെ തോക്ക് അവിടെ വെച്ചിട്ട് ചിയു അവിടെ നിന്ന് മാറിപ്പോയി. വൈകാതെ അവർ പുറപ്പെട്ട് ഗ്യാങ് എവിടെയായിരിക്കും മോഷണം നടത്തുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കി അങ്ങോട്ടേക്ക് എത്തുകയാണ്. അവരുദ്ദേശിച്ചിരുന്നത് ഒരു ബാങ്ക് മോഷണമായിരുന്നു. ഒരു മാളിലായിരുന്നു ആ ബാങ്ക് പ്രവർത്തിച്ചിരുന്നതും. കൂടുതൽ പ്രശ്നം അവിടെ ഉണ്ടാവണ്ട എന്ന് മുൻകൂട്ടി കണ്ട ചാൻ അവിടെയുള്ള ആളുകളെ ഒഴിപ്പിക്കാൻ നിർദ്ദേശം കൊടുത്തു. പിന്നാലെ ഗ്യാങ് മെമ്പേഴ്സ് ആയിട്ടുള്ളവരുടെ പാരന്റ്സിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാനും പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. ഗ്യാങ് ബാങ്ക് റോബറിക്കായി അവരുടെ പൊസിഷനിലെത്തി. പക്ഷേ മാളങ്ങനെ ശൂന്യമായത് മാക്സിനെ അടക്കമൊന്ന് അമ്പരപ്പെടുത്തിയിരുന്നു. അപ്പോഴാണ് മാക്സിന്റെ പാരന്റ്സ് അങ്ങോട്ടേക്ക് വരുന്നത് അവൻ കണ്ടത്. പാരന്റ്സിനെ കണ്ടതും മാക്സിന്റെ മനസ്സ് മാറി. അതൊക്കെ വിട്ടെറിഞ്ഞു പോവാൻ മാക്സ് തീരുമാനിച്ചു. പക്ഷേ ഗ്യാങ്ങിനെ ചതിച്ച് അങ്ങനെ പോവാൻ മാക്സ് നോക്കുന്നത് ജോക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. മാക്സിനെ ജോ വെടിവെച്ച് വീഴ്ത്തി. അതോടെ അവിടെ ഉണ്ടായിരുന്ന പബ്ലിക് പാനിക്കായി ഓടാനും മറ്റും ആരംഭിക്കുകയാണ്. പിന്നെ അവിടെ നടന്നത് ഗ്യാങ് മെമ്പേഴ്സും ചാനും ഫ്രാങ്കും അടങ്ങുന്ന ഏറ്റുമുട്ടലായിരുന്നു. തങ്ങളുടെ പാരന്റ്സിന്റെ സാന്നിധ്യത്തിൽ ഗ്യാങ് മെമ്പേഴ്സിന് അടിപതറി. ഓരോരുത്തരെയായി ചാനും ഫ്രാങ്കും പരാജയപ്പെടുത്തി. പക്ഷേ ജോയ്ക്ക് മാത്രം ഒരു കൂസലുമുണ്ടായിരുന്നില്ല. ഇതേസമയം മറുവശത്ത് ഫ്രാങ്ക് ജോയുടെ പിടിയിൽപ്പെട്ടുപോയിരുന്നു. റൂഫിലേക്ക് എത്തിയിരുന്ന ജോ ഫ്രാങ്കിനെ ബന്ദിയാക്കി താഴേക്ക് വീഴ്ത്തി. ശേഷം റൂപ്പിൽ പിടിച്ചുകൊണ്ടിരുന്നു. ചാൻ മുമ്പോട്ടേക്കെത്തി ഫ്രാങ്കിനെ വിടണമെന്നും രക്ഷപ്പെടുത്തണമെന്നും പറഞ്ഞു. താൻ പരാജയപ്പെടുന്നത് അംഗീകരിക്കാൻ ജോയ്ക്ക് പറ്റില്ലായിരുന്നു. പണ്ടവൻ ചെയ്ത പോലെ ചാനിനെ ഒരു മത്സരത്തിന് ജോ വെല്ലുവിളിച്ചു. തോക്ക് അസംബിൾ ചെയ്യുന്ന മത്സരം തന്നെ. പക്ഷേ ഇത്തവണ ധൈര്യത്തോടെ മത്സരം
ഏറ്റെടുത്ത ചാൻ ജോയേക്കാൾ മുമ്പ് തോക്ക് അസംബിൾ ചെയ്ത് ജോയെ പരാജയപ്പെടുത്തി. അപ്പോഴേക്കും പോലീസ് എത്തി ജോയെ പൂർണ്ണമായും ചുറ്റിവളഞ്ഞിരുന്നു. ജോയുടെ അച്ഛൻ കമ്മീഷണറും അങ്ങോട്ടേക്ക് വന്നിരുന്നു. ജോയോട് മോശമായ വർത്താനമൊക്കെ പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അച്ഛൻ മുമ്പോട്ട് വന്നുകൊണ്ടിരുന്നു. തനിക്കിനി രക്ഷയില്ല എന്ന് ജോ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. തന്റെ തോക്കിലെ വെടിയുണ്ട ഊരിമാറ്റിയ ജോ ചാനെയും അച്ഛനെയും വെടിവെക്കാൻ പാകത്തിന് തോക്ക് ചൂണ്ടി. അത് കണ്ട പോലീസാകട്ടെ സീനിയർ ഓഫീസറിനെ വധിക്കാൻ ജോ ശ്രമിക്കുകയാണെന്ന് ചിന്തിച്ച് ജോയ്ക്ക് നേരെ വെടിയുതിർത്തു. പോലീസിന്റെ കൈകൊണ്ട് ജോ കൊല്ലപ്പെട്ടു. ഫ്രാങ്ക് താഴെ പോവാതിരിക്കാൻ ചാനുടൻ ചാടി ആ റോപ്പിൽ പിടിച്ചു. ഒടുവിൽ താഴെ ഫയർഫോഴ്സ് ഒരുക്കിയ മെത്തയിലേക്ക് വീണ് ഇരുവരും രക്ഷപ്പെട്ടു. ആൾമാറാട്ടത്തിനും മറ്റുമായി ഫ്രാങ്ക് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ പോയി. ചാന്റെ പ്രവൃത്തിക്കും ധൈര്യത്തിനും അഭിനന്ദനം ലഭിച്ച് വീണ്ടും സർവീസിലേക്ക് മടങ്ങിയെത്തി. ചാന്റെ ഗേൾഫ്രണ്ടിന് ബോധം തെളിഞ്ഞ് അവൾ ജീവിതത്തിലേക്ക് തിരികെ വന്നിരുന്നു. ധൈര്യത്തോടെ അവൾക്ക് മുമ്പിലെത്തി ചാൻ അവളെ പ്രപ്പോസ് ചെയ്തു. സന്തോഷത്തോടെ അവൾ ചാന്റെ പ്രപ്പോസൽ സ്വീകരിച്ചു. ചാൻ പ്രപ്പോസ് ചെയ്യുമ്പോ അവിടെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. സന്തോഷത്തോടെ ഏവരും ആരവം മുഴക്കി നിൽക്കെ ഫ്രാങ്ക് അവിടെ ഊരിയിട്ട് പോയിരുന്ന കോട്ട് ചാൻ ശ്രദ്ധിച്ചു. ആ കോട്ട് കണ്ടതും ഫ്രാങ്ക് ആരായിരുന്നു എന്ന ഓർമ്മ ചാനിന് കൃത്യമായി തെളിഞ്ഞു വന്നു. ഫ്രാങ്കിന്റെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന കോട്ടായിരുന്നു അത്. അദ്ദേഹം ഒരിക്കൽ മകന് വേണ്ടി ഭക്ഷണം മോഷ്ടിക്കുന്നതിനിടയിൽ കൊല്ലപ്പെടുകയായിരുന്നു. അന്ന് ഫ്രാങ്കിനെ സഹായിച്ചതും സംരക്ഷിച്ചതും ചാനാണ്. അന്ന് തന്നെ അത്രമേൽ സഹായിച്ച ചാൻ പ്രശ്നത്തിൽ അകപ്പെട്ട് ജീവിതം നാശത്തിലേക്ക് പോകുന്നത് കണ്ടപ്പോ ചാനിനെ സഹായിക്കാൻ ഫ്രാങ്ക് മുന്നിട്ടിറങ്ങിയതായിരുന്നു. ചാന്റെ ആ തിരിച്ചറിവിന്റെ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.